ശ്രീമതി പി ദിവ്യ CPM പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി പി ദിവ്യ, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കവേ സുഭാഷിണി അലി അവിടെ പറഞ്ഞത് സംസ്ഥാനത്ത് തുടർഭരണം, സർക്കാരിന്റെ തുടർഭരണം സാധ്യമാക്കിയത് പുരുഷ വോട്ടർമാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ നികുതി വർധനവിന്റെ ഒക്കെ ആഘാതം കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും. ആ ആഘാതം ഏറ്റവും കൂടുതലായി അനുഭവിക്കേണ്ടി വരിക ഓരോ കുടുംബിനികളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർഭരണം ഉറപ്പാക്കിയ സ്ത്രീകൾക്ക് ഇരുട്ടടി നൽകുന്ന ബജറ്റല്ലേ ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അത് ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇവിടെ നമ്മുടെ ഗവൺമെൻറ് ഇന്ന് ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിൽ എങ്ങനെയാണ് ജനങ്ങളുടെ നടുവൊടിക്കും എന്നിവിടെ വാദിക്കുന്നത്. പ്രത്യേകിച്ചും ഞാനിതിൽ കണ്ടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഒരുപക്ഷെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വളരെ വലിയ മുൻകൈയെടുത്ത ഒരു സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ആ വിലക്കയറ്റം നിയന്ത്രിക്കുന്നത് തുടരുവാൻ വേണ്ടി മാത്രം 2000 കോടി രൂപയാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രി മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 14 കോടി മാറ്റിവെച്ചിരിക്കുന്നു. നിർഭയ പദ്ധതിക്ക് വേണ്ടി 10 കോടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കുള്ള മെൻസ്ട്രൽ കപ്പ് ഉൾപ്പെടെയുള്ള പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾക്കുൾപ്പെടെ പുതിയ കാലത്തെ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പോലും ജീവിതത്തെ കണ്ടുകൊണ്ട് വിവിധ പദ്ധതികളാണ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു, ഇപ്പം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലിക്കറിൻ്റെയും ഒക്കെ വരുന്ന നികുതി, അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ക്ഷേമ പെൻഷനും നമ്മുടെ സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. ഒരു സബ്സിഡിയും സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചിട്ടില്ല. ഈ സെസ് ഇതൊരു താൽക്കാലികമാണ്. ഇതെപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് എടുക്കേണ്ടി വരുന്നത്? ഇപ്പം നേരത്തെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി അവർ സംസാരിച്ചപ്പോൾ ഒരു വാചകം പോലും, കുറച്ച് മണിക്കൂറുകൾക്ക് 1-2 ദിവസം മുമ്പാണല്ലോ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണ്ടേ? ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും സാധാരണക്കാരുടെ, പാവപ്പെട്ടവൻ്റെ നടുവൊടിക്കുന്ന തീരുമാനം യഥാർത്ഥത്തിൽ കൈക്കൊണ്ടത് കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര ബഡ്ജറ്റിലാണ്. ആ ബഡ്ജറ്റിൽ ഭക്ഷ്യ സബ്സിഡി വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, ഏറ്റവും അധികം സ്ത്രീകളാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ 29,400 രൂപ വെട്ടിക്കുറക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക പദ്ധതികൾ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചഭക്ഷണ പരിപാടിയിൽ 1200 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ കുറച്ചു. കർഷക പെൻഷൻ 8000 കോടി രൂപയാണ് കുറച്ചത്. ഇങ്ങനെ നോക്കിയാൽ വൻ കുറവാണ് ക്ഷേമ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കുറവുകളൊന്നും ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കാൻ പാടില്ല. കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറകോട്ടേക്ക് പോയപ്പോൾ ആ ക്ഷേമ പെൻഷനുകൾ ഏറ്റവും ഭംഗിയായി ക്ഷേമ പദ്ധതികളെല്ലാം തുടരുന്നതിന് വേണ്ടി എങ്ങനെയാണ് പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സർക്കാർ വരുമാനം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചുവല്ലോ. അതിന്റെ ആഘാതം ഏറ്റവും ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണല്ലോ. അവർക്ക് ഇതിൽ നിന്ന് ഒരു വിടുതലും നൽകിയിട്ടല്ലോ ഈ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ സെസ് ഏർപ്പെടുത്താൻ തീരുമാനിക്കുമ്പോൾ അത് ഏറ്റവും എല്ലാ സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിൽ തന്നെ വിലവർദ്ധനയ്ക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ഇതിൽ സാധാരണക്കാരന് കൂടുതലായി എന്ത് ആനുകൂല്യമാണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അത് തുക വർദ്ധിപ്പിക്കുമെന്ന ഒരു തോന്നൽ ബജറ്റ് അവതരണത്തിന് മുൻപുണ്ടായിരുന്നു. അത് കുറച്ചില്ല, അല്ലെങ്കിൽ വെട്ടിക്കുറച്ചില്ല എന്നതൊഴിച്ചാൽ അവിടെ അത് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ പണം വരാൻ യാതൊരു മാർഗവും സാധാരണക്കാരനെ സംബന്ധിച്ച് കൂടുതലായി സൃഷ്ടിക്കപ്പെടുന്നില്ല. പണം വരാനുള്ള, നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പണം വരാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താണ്? നമുക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു.
കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ആവശ്യമായിട്ടുള്ള നികുതി വിഹിതം പോലും യഥാസമയം നൽകുന്നില്ല. അർഹമായിട്ടുള്ള വിഹിതം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ വിൽക്കാൻ LICയോ മറ്റ് സംവിധാനങ്ങളൊന്നും നമുക്കില്ല. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനമല്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പറഞ്ഞ രീതിയിലുള്ള ചില മാറ്റങ്ങളില്ലാതെ ഈ സെസ് താൽക്കാലികമായി ഈ സെസ്സെങ്കിലും ഇല്ലാതെ നമുക്കെങ്ങനെയാണ് ഈ ക്ഷേമ പദ്ധതികളെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും? വളരെ പ്രായോഗികമായ രീതിയിൽ ഈ വിഷയങ്ങളെ കാണാൻ കേരളത്തിലകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും തയ്യാറാവണം. 57 ലക്ഷത്തോളം ഗുണഭോക്താക്കളുണ്ട്, വിവിധ പെൻഷനും ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവർ. ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിച്ചില്ല എന്ന് പറയുന്നില്ലേ? ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ തുക മാത്രം ഏതാണ്ട് 11,000 കോടി രൂപ വേണം ഒരു വർഷം. ഈ 11,000 കോടി രൂപ ആവശ്യമാണ്. ആ 11,000 കോടി രൂപ കണ്ടെത്തണ്ടേ നമുക്ക്? അതോടൊപ്പം തന്നെ അതിൽ നിന്ന് 1 രൂപ കുറക്കാൻ വേണ്ടി പോലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, വർദ്ധിപ്പിച്ചിട്ടില്ല. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ സാധാരണക്കാരനിൽ നിന്ന് തന്നെ പണം വാങ്ങി പെൻഷൻ കൊടുക്കാൻ പണം കണ്ടെത്തുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? അതാണോ ശരിയായ മാർഗം? അവിടെ എന്ത് ആശ്വാസമാണ് ഓരോ സാധാരണക്കാരനും ലഭിക്കുക? നമുക്ക് കൂടുതലായി പരിശോധിക്കാം.